ഹായ്. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അതും എൻ്റെ അച്ഛനിതാ 60 വയസ്സായിക്കാണ്. അപ്പോൾ എന്തെങ്കിലും സർപ്രൈസും കാര്യങ്ങളൊക്കെ സെറ്റാക്കണ്ടേ. അപ്പോൾ അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. അപ്പം തന്നെ ഞാൻ വേഗം റെഡിയായി എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനുള്ള തിക്കും തിരക്കിലാണ് കേട്ടോ. ഞാനപ്പോൾ ചാവക്കാടാണ് കേട്ടോ വന്നേക്കണത്. ഇവിടെ അവള് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ആലോചിച്ച് എന്ത് മേടിക്കുക എന്ത് ചെയ്യുന്നു. അപ്പം അച്ഛനാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു ട്രാക്ക് പാൻറ് എടുക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛന് വേണ്ട സാധനമൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി, പുതിയ ഷോപ്പായതുകൊണ്ട് അങ്ങനെ അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി. പിന്നെ വിചാരിച്ചത് ഒരു പെർഫ്യൂമോ അത്തറോ മേടിക്കാമെന്നാണ്. അച്ഛന് പെർഫ്യൂം അത്തറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ ഷോപ്പ് ഞങ്ങൾ എന്നും കാണെങ്കിലും നമുക്കൊന്നും പറ്റണ റേറ്റ് ആയിരിക്കില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ കയറാറില്ല. പിന്നെ എന്തായാലും ഒന്ന് കയറി നോക്കാം, പറ്റുകയാണെങ്കിൽ മേടിക്കാം എന്നുള്ളതിലാണ് കയറിയത്. പക്ഷെ അവിടെ കയറിയപ്പോഴാണ് മനസ്സിലായത് നല്ല അടിപൊളി ഷോപ്പാണ് കേട്ടോ. അപ്പം അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാ വീട്ടിലെത്തി ഞാൻ ഹാമ്പറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ടേബിളും എല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ ഒരു കേക്കും വാങ്ങിച്ചിട്ടുണ്ട്. ഹാഫ് കേജിയുടെ കേക്കാട്ടാ വാങ്ങിച്ചത്. അമ്മാമ്മയും അമ്മയൊക്കെ ഇവിടെ റെഡി ആയിട്ട് കാത്തിരിക്കട്ടെ കേക്ക് മുറിക്കണത്. അപ്പോൾ ഇതാട്ടാ ചോക്കോ ഫഡ്ജ് ഫ്ലേവറിലുള്ള കേക്കാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് ഇതേ സെയിം കേക്കായിരുന്നു വാങ്ങിച്ചത്. അപ്പം അത് ഇഷ്ടമായപ്പോൾ അതന്നെ പോയി നോക്കി ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. അച്ഛൻ എന്തായാലും നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. കാരണം അച്ഛൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ജസ്റ്റ് ഒരു കേക്ക് മുറിക്കും, പിന്നെ ഒരു ടീഷർട്ട് ഷർട്ട് അങ്ങനെ എടുത്ത് തരും എന്നൊക്കെയും വിചാരിച്ചിട്ടുണ്ടാവുക. അതും ക്ലൂ കിട്ടിയത് വൈകിട്ട് അമ്മയുടെ വായന്ന് എന്തോ വന്നപ്പോഴാണ് കേട്ടോ. അങ്ങനെ കേക്കൊക്കെ മുറിച്ചു. വേറെ ആരും ഇല്ല കേട്ടോ. അമ്മാമ്മ പിന്നെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, കാരണം ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛമ്മേനൊന്നും വിളിക്കാൻ പറ്റിയില്ല, രാത്രി ആയിരുന്നു കേട്ടോ കേക്ക് മുറിച്ചതൊക്കെ. പിന്നെ അങ്ങനെ വേഗം കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചതിന് ശേഷം ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. അപ്പോഴാണ് അച്ഛൻ അതിലത്തെ പെർഫ്യൂം നോക്കിയിട്ട് അമ്പോ പെർഫ്യൂമാ ഇത് എവിടുന്നാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചതാണ്, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഷോപ്പൊക്കെ ഉണ്ട് എന്നുള്ള കഥയൊക്കെ പറയായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ അങ്ങനെ പെർഫ്യൂമൊക്കെ ആദ്യമായിട്ടാണ് ഷോപ്പിൽ നിന്ന് ഇവിടുന്ന് വാങ്ങിക്കണത്. അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവരെടുക്കുകയൊക്കെയാണ് ചെയ്യാറ്. പിന്നെ അതിനുശേഷം ഹാമ്പറൊക്കെ ഓപ്പൺ ചെയ്ത് ടീഷർട്ടൊക്കെ നോക്കുന്നുണ്ട്, പാൻറ്റും ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പം ഞാനും ടെൻഷനിലാണ്, കാരണം എനിക്ക് സൈസ് അത്ര കൺഫേം ആയിരുന്നില്ല. പെട്ടെന്ന് പോയി എടുത്തിട്ട് വരും ചെയ്തതാണല്ലോ. അപ്പം അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പെർഫ്യൂമാണ്. അതുപോലെ ബാക്കി 2 ഗിഫ്റ്റും നല്ല ഇഷ്ടമായെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ അതിലുണ്ടായിരുന്ന ഡയറി മിൽക്ക് അച്ഛനടുത്ത് ഉണ്ണിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.